എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5ാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏർലി ഫേസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്, അതാണ് പറയുന്നത്. ഏർലി ഫേസ് ഓഫ് നാഷണൽ മൂവ്മെന്റ്. അതിൽ നമുക്കുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ, കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലേ. ഏതൊക്കെ മെയിൻ അസോസിയേഷൻസ് ആണ് അതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ 5ാമത്തെ ബ്ലോക്കിൽ 1ാമത്തെ യൂണിറ്റിൽ മോഡറേറ്റ്സ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റാണ്. മോഡറേറ്റ്സ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ബേസിക് ആയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് 1885 1885 ബോംബെയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. അത് INC സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയാണ്. ബോംബെയിൽ നടന്നിട്ടുള്ള ആ സെഷൻ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് AO ഹ്യൂമാണ്. അങ്ങനെ ഡിസംബറിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ വരുന്നത്, 1885 ഡിസംബറിൽ. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മുൻപാകെ കുറെ അഭിപ്രായങ്ങൾ വെക്കുക, കുറെ നിർദ്ദേശങ്ങൾ വെക്കുക, ജനങ്ങളുടെ കുറെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെ കുറെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനമായിട്ടും നടത്തിയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ നമുക്ക് 3 ഫേസ് ആയിട്ട് തരംതിരിക്കാൻ പറ്റും. 3 ഫേസസ് ആയിട്ട്. 1885 മുതൽക്ക് 1905 വരെയുള്ള കാലഘട്ടത്തിനെ മോഡറേറ്റ് ഫേസ് എന്നും 1905 മുതൽക്ക് 1920 വരെയുള്ള കാലഘട്ടത്തിന് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നും 1920 to 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള കാലഘട്ടത്തിന് ഗാന്ധിയൻ ഇറ എന്നും പറയാറുണ്ട്. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. അതിൽ 1885 to 1905 മോഡറേറ്റ് ഫേസ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. മോഡറേറ്റ് ഫേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഇതായിരുന്നു ഈ മോഡറേറ്റ് ഫേസിൽ ഉണ്ടായിരുന്നത്. ദെൻ 1905 മുതൽക്ക് 1905 എന്താണ് സംഭവിക്കുന്നത്? പാർട്ടിഷൻ ഓഫ് ബംഗാളിന്റെ വിഭജനം നടക്കുന്നുണ്ട്. ഈ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇടയിൽ ഉണ്ടാകുന്നു. അങ്ങനെ അത് സ്പ്ലിറ്റ് ആകുന്നു. സ്പ്ലിറ്റ് ആയിട്ട് 1905 മോഡറേറ്റ്സ് ഒരു വിഭാഗവും അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗം ഉണ്ടാകുന്നു. അങ്ങനെ 1905 മുതൽക്ക് ഒരു എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിന്റെ കയ്യിലേക്കാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത്. അത് മുതൽക്ക് അതിനെ എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്സിന് ഒരു തണുപ്പം മട്ടാണെങ്കിൽ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചുകൂടെ തീവ്രമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പ് ആയാലും അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊല്ലുക, ബ്രിട്ടീഷുകാരെ മൊത്തം കൊല്ലുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അതിൽ മറ്റ് മോഡറേറ്റ് ഫേസിനേക്കാളും കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു എക്സ്ട്രീമിസ്റ്റ് ഫേസിലുണ്ടായിരുന്നത് പറയാൻ പറ്റും. അപ്പോൾ അതായിരുന്നു ആ ഒരു ഫേസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ 1920 ഗാന്ധിയൻ ഇറ എന്ന് പറയുമ്പോൾ 1917 മുതൽക്കാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതൊക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് തുടങ്ങുന്നത് മുതൽക്കാണ് ഈ ഗാന്ധിയൻ ഇറയുടെ തുടക്കം വരുന്നത്. പിന്നെ അറിയാം ഗാന്ധിയൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയൻ ഐഡിയോളജീസ് വെച്ചുകൊണ്ടുള്ള ഒരു നടത്തിപ്പ് രീതിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അങ്ങനെ 3 ഫേസസ് ആണ് നമുക്കുള്ളത്. അതിൽ യൂണിറ്റ് 1 നമുക്ക് പഠിക്കാനുള്ളത്, ബ്ലോക്ക് 5 യൂണിറ്റ് 1 പഠിക്കാനുള്ളത് മോഡറേറ്റ്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി മോഡറേറ്റ് ഫേസ് ഞാൻ പറഞ്ഞു 1885 മുതൽക്ക് 1905 വരെയാണ് ഉള്ളത്. മോഡറേറ്റ് ഫേസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ ദാദാഭായ് നവറോജി, WC ബാനർജി അഥവാ വൊമേഷ് ചന്ദ്ര ബാനർജി, ദെൻ G സുബ്രഹ്മണ്യ അയ്യർ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുബേന്ദ്രനാഥ് ബാനർജി, ഇവരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലീഡേഴ്സ്. ഇതിൽ ദാദാഭായ് നവറോജിനെയാണ് ഫസ്റ്റ്
ഇന്ത്യൻ ടു ബിക്കം ദ മെമ്പർ ഓഫ് ഹൗസ് ഓഫ് കോമൺസ്. ബ്രിട്ടനിൽ അല്ലെങ്കിൽ ലണ്ടനിൽ ഹൗസ് ഓഫ് കോമൺസിൽ അംഗമായിട്ടുള്ള ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, എന്തായാലും ഓർത്തിരിക്കണം. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം ദാദാഭായ് നവറോജിയുടെ പുസ്തകം ഏതാണെന്ന് ചോദിക്കാം, ഈ പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. പോവർട്ടി ഓഫ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അദ്ദേഹം പുസ്തകത്തിലൂടെ അവതരിപ്പിച്ച പ്രധാന തിയറി ആയിരുന്നു ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ഡ്രെയിനേജ് ഓഫ് വെൽത്ത്, എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ചോർന്നു പോകുന്നത് എന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ച ആളാണ് ദാദാഭായ് നവറോജി. ഹി വാസ് നോൺ ആസ് ദി പൈനിയർ ഓഫ് മോഡറേറ്റ് ഫേസ്. മോഡറേറ്റ് കാലഘട്ടത്തിന്റെ ഒരു തുടക്കക്കാരൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിനെയാണ്. നെക്സ്റ്റ് ആണ് WC ബാനർജി. WC ബാനർജി അഥവാ ഉമേഷ് ചന്ദ്ര ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെഷൻ ബോംബെയിൽ വെച്ച് നടന്ന ആദ്യ മീറ്റിംഗ് ഉണ്ടല്ലോ, ആദ്യ സെഷൻ, അത് ഓർഗനൈസ് ചെയ്ത അതിന്റെ പ്രിസൈഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് AO ഹ്യൂം ആണ്. INC ഫോം ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് WC ബാനർജിയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് AO ഹ്യൂം ആണ്. അതേസമയം ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് WC ബാനർജിയാണ്. 1885 ഇതാവുന്നത്. അന്ന് അദ്ദേഹത്തിന് 41 വയസ്സായിരുന്നു. ബോംബെയിൽ വെച്ചാണ് ആ സെഷനിലാണ് ഹി ബിക്കെയിം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം ഒരു ലോയർ ഒക്കെ ആയിരുന്നു. നെക്സ്റ്റ് ആളാണ് G. സുബ്രഹ്മണ്യ അയ്യർ. G. സുബ്രഹ്മണ്യ അയ്യറിന്റെ ഒരു മെയിൻ ന്യൂസ് പേപ്പറാണ് ദ ഹിന്ദു എന്ന് പറഞ്ഞ പത്രത്തിന്റെ സ്ഥാപകനാണ് G. സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹത്തിന് ജേർണലിസം എന്ന് പറഞ്ഞൊരു ആശയത്തിനോട് വളരെ താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ജേർണലിസം, അതായത് ന്യൂസ് പേപ്പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മേഖല കാര്യമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയുടെ മൂവ്മെന്റ്സ് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവുള്ളൂ, കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് എത്തുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്. അതായത് ജേർണലിസത്തിന് സാമൂഹ്യ പ്രവർത്തനത്തിൽ വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് G. സുബ്രഹ്മണ്യ അയ്യർ. ഇദ്ദേഹം മദ്രാസ് മഹാജൻ സഭയുടെ ഫൗണ്ടർ കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ അടുത്തത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ദ പൊളിറ്റിക്കൽ ഗുരു എന്നൊക്കെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ. ഇതിൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പ്രധാനപ്പെട്ട അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ളത്. അങ്ങനെ ഒരു സംരംഭത്തിന്റെ തുടക്കക്കാരനാണ് അദ്ദേഹം 1889. അദ്ദേഹത്തിന്റെ ഒരു രീതിയായിരുന്നു പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ്. ഇതാണ് പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ്. ഈ പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മോഡറേറ്റ് ഫേസിന്റെയും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് പറയുന്നത്. INC മോഡറേറ്റ് ഫേസിന്റെ പ്രധാനപ്പെട്ട രീതി ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞിട്ടുള്ള പ്രയർ പെറ്റീഷൻ പ്രൊട്ടസ്റ്റ്. എന്താണ് പ്രയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? പ്രാർത്ഥിക്കുകയല്ല. പ്രയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയില്ലേ, അതിനാണ് പ്രയർ എന്ന് പറയുന്നത്. നമുക്കൊരു ആവശ്യമുണ്ട്, അത് ഉന്നയിക്കുക, അതിനെയാണ് പ്രയർ എന്ന് പറയുന്നത്. അപ്പം പ്രയർ, അത് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ആദ്യം പ്രയർ ചെയ്യുന്നു, ആവശ്യം ഉന്നയിക്കുന്നു. ദെൻ പെറ്റീഷൻ, ഒരു പെറ്റീഷൻ രൂപേണ കൊടുക്കുന്നു. ദെൻ അടുത്ത എന്താണ്? ഇത് രണ്ടും നടന്നില്ലെങ്കിൽ അതിനെതിരൊന്ന് പ്രതികരിക്കുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആവശ്യം പറയുന്നു, പെറ്റീഷൻ നൽകുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഇതാണെന്നൊരു രീതി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വ്യക്തിയാണ് സുരേന്ദ്രനാഥ് ബാനർജി. സുരേന്ദ്രനാഥ് ബാനർജിനെ അദ്ദേഹവും എന്താ പറയുക, അദ്ദേഹത്തിന്റെ രാഷ്ട്രഗുരു എന്നും ഇന്ത്യൻ ബുർക്ക എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളാണ്. രാഷ്ട്രഗുരു, ഇന്ത്യൻ ബുർക്ക എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആളാണ് സുരേന്ദ്രനാഥ് ബാനർജി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പറാണ് ഇത് ബംഗാളി എന്ന് പറയുന്നത്. INCയുടെ ഒരു പ്രധാന പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷൻ, ഒരു സംരംഭമാണ് ദ ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ എന്നുള്ളത്. എന്താണ് ദ ഇന്ത്യൻ ലിബറേഷൻ ഫെഡറേഷൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സംരംഭമാണ്. ഇനി ഈ മോഡറേറ്റ് ഫേസിന്റെ ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? മോഡറേറ്റ് ഫേസിന്റെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സിൽ പറയാൻ പറ്റുക, ഒന്ന്, ഒരു നാഷണൽ അവേക്കണിങ്, ഒരു എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്ന് ഉണർത്താൻ സാധിച്ചു എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ദെൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാധ്യത ഉണ്ടാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദെൻ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ചൊരു അവബോധം ഉണ്ടാക്കാൻ സാധിച്ചു.
ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട സാമൂഹ്യ പരിഷ്കരണങ്ങളെ കുറിച്ചൊരു മനസ്സിലാക്കലുണ്ടായി. ദെൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ സിവിൽ സർവീസ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഇന്ത്യക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടാകുന്ന പ്രാതിനിധ്യത്തിന്റെ പ്രത്യേകതകൾ അവർ മനസ്സിലാക്കി. ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സിവിൽ സർവീസിൽ ഇന്ത്യക്കാരുടെ കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എക്സാം ലണ്ടനിലും, സിവിൽ സർവീസ് എക്സാമിനേഷൻ ലണ്ടനിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വെച്ച് നടത്തണമെന്നുള്ള അവരുടെ പെറ്റീഷൻ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത് അവരൊരു നേട്ടം തന്നെയായിരുന്നു. ദെൻ ഒരു സെൽഫ് ഗവൺമെന്റ്, ജനാധിപത്യ സ്വയം ഭരണം വേണമെന്നുള്ള ആഗ്രഹം അവർ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ദെൻ ദേ വർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ഭാഗമാകാൻ മോഡറേറ്റ് ഫേസിലെ ലീഡേഴ്സിന് സാധിച്ചു എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പിന്നെ ഈ മോഡറേറ്റ് ഫേസിലാണ് പ്രധാനപ്പെട്ട ആൾക്കാർ RC ദത്ത്, ദാദാഭായ് നവറോജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംഭാവന ചെയ്യാൻ സാധിച്ചു. പിന്നെയുള്ള നേട്ടം എന്ന് പറയാണ് ഭൂമിയുടെ മേലുള്ള നികുതി, ഉപ്പിന്റെ മേലുള്ള നികുതി, ദെൻ തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർച്ചകൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു INCയുടെ മോഡറേറ്റ് ഫേസിന്റെ ഒരു ആവശ്യമായിരുന്നു ജുഡീഷ്യറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കുക എന്നുള്ളത്. അത് നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും രണ്ടായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ കീഴിൽ. ദെൻ അവർക്ക് പ്രധാനമായിട്ടും ട്രൈബൽസിന്, ഗോത്ര വിഭാഗക്കാരെ അടിച്ചമർത്തുന്ന ഒരു രീതി ഒഴിവാക്കണം എന്നുള്ള അവരുടെ ആവശ്യങ്ങൾ നിറവേറി. ദെൻ സിവിൽ റൈറ്റ്സ്, സംസാരിക്കാൻ, ചിന്തിക്കാൻ, എക്സ്പ്രസ് ചെയ്യാൻ, പ്രകടിപ്പിക്കാൻ തുടങ്ങിയ അവകാശങ്ങൾ, റൈറ്റ് ടു സ്പീച്ച്, എക്സ്പ്രഷൻ, തോട്ട്, ഇതൊക്കെ നേടിയെടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റ് ഫേസിന് സാധിച്ചിട്ടുണ്ട്. ദെൻ ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ്, അതായത് ഈ ഒരു കുത്തക മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെ പോരാടാനുള്ളൊരു തയ്യാറെടുപ്പ് ഇന്ത്യക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തു. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിഭാഗം ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസിന്റെ ഇടയിൽ വരെയാണ് ഇവർക്ക് എത്തി നിൽക്കാൻ സാധിച്ചുള്ളൂ. അതിലും ഉപരി പെസൻസിന്റെ ഇടയ്ക്ക്, അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ ഇടയ്ക്കൊന്നും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഉള്ള കോമണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത്, സ്ത്രീകളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയില്ല, സ്ത്രീകളുടെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും തുല്യമായിട്ട് വോട്ട് നൽകുക, വോട്ടവകാശം നൽകുക, അതൊന്നും ഇവർ മുന്നോട്ട് വെച്ചില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു. പിന്നെ ഇവർ മുന്നോട്ട് വെച്ച മറ്റാശയം ഇത്രയായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വീഴ്ചകളും നേട്ടങ്ങളും എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു രീതി എന്തായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ, പ്രയർ, പെറ്റീഷൻ, ദെൻ പ്രൊട്ടസ്റ്റ്, 3 Ps അതാണ് പറയുക. പിന്നെ ഈ മോഡറേറ്റ് ഫേസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അമിതമായിട്ട് ബ്രിട്ടീഷുകാരുടെ മേലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ബ്രിട്ടീഷ് എംപയറിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെ ശരിയായി മനസ്സിലാക്കാത്തൊരു പ്രവർത്തനമായിരുന്നു മോഡറേറ്റ് ഫേസിന്റെ എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. കാരണം അവര് വിശ്വസിക്കുകയാണ്, ബ്രിട്ടീഷുകാരെ വിശ്വസിക്കുകയാണ്, നമ്മളൊരു കാര്യം ചെന്ന് പറയുകയാണ്, അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ അത് ശരിയാക്കി തരും. അങ്ങനത്തെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപൂർവ്വം ഇവരെ ഒതുക്കുകയാണ് എന്നിവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല എന്നൊരു വാദം ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇവര് പ്രധാനമായിട്ടുള്ള ഇവരുടെ മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു? മോഡറേറ്റ്സിന്റെ പ്രധാനമായിട്ടുള്ള മെത്തേഡ്സ് വളരെ സമാധാനപരമായിട്ടുള്ള രീതികളാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അവർ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുക, എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ എന്നുള്ളതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ അവബോധം, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എല്ലാവരുടെ ഇടയിലും വളർത്തുക എന്നുള്ളതുണ്ടായിരുന്നു. പൊതുജന അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് ഇവർ നടത്തിയ പ്രവർത്തനമായിരുന്നു. ദെൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പ്രസംഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ആശയങ്ങൾ എത്തിക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീക്ക്ലി ജേണൽ, ഇന്ത്യ എന്ന പേരിൽ ഒരു വീക്ക്ലി ജേണൽ ഇംഗ്ലണ്ടിൽ പബ്ലിഷ് ചെയ്യാൻ, ബ്രിട്ടനിൽ പബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ ഗവൺമെന്റിന്റെ ബ്രിട്ടീഷ് ഗവൺമെന്റ് തെറ്റായ നയങ്ങളെ വിമർശിക്കുക, ബംഗാളി, ബോംബെ ക്രോണിക്കിൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഹിന്ദു പ്രകാശ്, റാസ്റ്റ് ഗോഫ്തർ, അങ്ങനെ ഒരുപാട് പേരുകളിൽ ഒരുപാട് വീക്കിലികൾ ഇതിൻ്റെ പല പല ലീഡേഴ്സും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ മോഡറേറ്റ് ഫേസിലുള്ള ലീഡേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു മോഡറേറ്റ് കോൺഗ്രസിന് 1885 മുതൽക്ക് 1905 വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട
പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ മോഡറേറ്റ് നാഷണലിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫേസ് ആണ് എക്സ്ട്രീമിസ്റ്റ്. 1905 മുതൽക്ക് 1920 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം വരുന്നത്. 1905 എന്താ സംഭവിക്കുന്നത്? അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലോർഡ് കേഴ്സൺ പ്രഭു, ലോർഡ് കേഴ്സൺ ബംഗാളിനെ വിഭജിക്കുന്നുണ്ട് അല്ലെ. ഈ ബംഗാൾ വിഭജനം വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു ഡിവിഷനാണ് അവിടെ വന്നത്. ബ്രിട്ടീഷുകാർ ലോർഡ് കേഴ്സൺ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിനെ കൃത്യം മുറിക്കുകയാണ്, ബംഗാളിനെ രണ്ടാക്കുകയാണ്. അതിൽ മുസ്ലിം മെജോറിറ്റി വരുന്ന പാർട്സിനെ മുറിച്ചിട്ട് വെസ്റ്റ് ബംഗാളും മറ്റത് ഈസ്റ്റ് ബംഗാളും, മുസ്ലിം മെജോറിറ്റി വരുന്ന ഭാഗങ്ങളെ മുറിച്ചിട്ട് ഈസ്റ്റ് ബംഗാൾ എന്നാക്കി, അല്ലാത്ത ഭാഗങ്ങൾ വെസ്റ്റ് ബംഗാൾ എന്നാക്കി. അങ്ങനെ ബംഗാളിനെ രണ്ടാക്കിയിട്ട് ഈസ്റ്റ് ബംഗാൾ എന്നും വെസ്റ്റ് ബംഗാൾ എന്നും തിരിച്ചു കൊണ്ടുള്ള ഒരു ഡിവിഷൻ, അതായത് മുസ്ലിം മെജോറിറ്റിയും ഹിന്ദു മെജോറിറ്റി എന്നൊരു തിരിക്കലുണ്ടായി. അതൊരു വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ഒരു വേർതിരിവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിവിഷൻ, ഹിന്ദു മുസ്ലിം എന്ന രീതിയിലുള്ള ആ ഒരു വിഭജനം ഇന്ത്യനെ ഒരുപാട് കാലത്തോളം എന്ന് പറയാൻ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും തീവ്രമായിട്ടുള്ളൊരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു തരംതിരിവായിരുന്നു അന്ന് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ലോർഡ് കേഴ്സൺ. ഓക്കെ, അപ്പൊ അതിനെതിരെയുള്ള ഒരു വികാരമായിട്ടായിരുന്നു എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവര് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ 1905 കഴിഞ്ഞ് 1907 1911 ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, 1905 ശേഷം 1915 വരെയുള്ള കാലഘട്ടം, 15 വരെയുള്ള കാലഘട്ടത്തിൽ പല രീതിയിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസും അവർ ബംഗാളിലും ഇന്ത്യയിൽ മൊത്താകെ ആചരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു വേർതിരിവ് ഇല്ലാതാക്കി ഹിന്ദു മുസ്ലിം യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് രാഖി ബന്ധൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. രാഖി ബന്ധൻ അത് നടത്തിയിട്ടുണ്ട്. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങൾ നടത്തുക അതൊക്കെ കോമൺ ആയിട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇന്ത്യയിൽ മൊത്താകെ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഇനി എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നാണ് പറഞ്ഞത്. അവരുടെ പ്രധാനമായിട്ടുള്ള രണ്ട് ഐഡിയാസ്, രണ്ട് തത്വങ്ങളാണ് ഉണ്ടായിരുന്നത്, സ്വധർമ്മ്യം സ്വരാജും. എന്താണ് സ്വധർമ്മ സ്വരാജ്? ഈ രണ്ട് ഐഡിയാസ്, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഇവരുടെ കാഴ്ചപ്പാടിൽ മോഡറേറ്റ്സുകൾ നടപ്പിലാക്കിയിട്ടുള്ള സമാധാനപരമായ പ്രവർത്തനങ്ങളൊന്നും ശരിയായ രീതിയിലല്ല പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മോഡറേറ്റ്സ് ഈ ബ്രിട്ടീഷ് റൂളിന്റെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ ഉള്ളിലുള്ള യഥാർത്ഥ മുഖം, ബ്രിട്ടീഷുകാരുടെ യഥാർത്ഥ ഫേസ് മനസ്സിലാക്കാതെയാണ് ഇവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. പിന്നെ ഈ എക്സ്ട്രീമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റഷ്യ, അതുപോലെ തന്നെ അയർലാൻഡ്, ചൈന, തുർക്കി, ഈജിപ്ത് ഈ രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ള വിപ്ലവ പ്രവർത്തനങ്ങളെ, വിപ്ലവ പോരാട്ടങ്ങളെ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഫേസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, എക്സ്ട്രീമിസ്റ്റ് ഫേസ് വരുന്നത്. അപ്പം ഇങ്ങനത്തെയുള്ള വിപ്ലവകരമായിട്ടുള്ള സമരങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി ഇവർ ഐഡിയോളജി പ്രധാനമായിട്ടും പറഞ്ഞു സ്വധർമ്മ സ്വരാജ്, ഇതായിരുന്നു പ്രധാനമായിട്ടുള്ള ഇവർ മുന്നോട്ട് വെച്ച ആശയം, ഇവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേ ചെയ്യുക, അതുപോലെ തന്നെ പെറ്റീഷൻ കൊടുക്കുക, അതൊന്നും ആയിരുന്നില്ല. തുറന്നടിച്ചുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു. ഓപ്പൺലി എജിറ്റേറ്റിംഗ് എഗെയിൻസ്റ്റ് ദം, അവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്നടിക്കുക എന്നുള്ളതായിരുന്നു ഇവരെ പ്രധാനപ്പെട്ട രീതി. അതിന്റെ ഭാഗമായിട്ട് വിദേശ നിർമ്മിത വസ്തുക്കൾ ബോയ്ക്കോട്ട് ചെയ്യുക, നിരോധിക്കുക, ഉപേക്ഷിക്കുക, ബോയ്ക്കോട്ടിംഗ് ഓഫ് ഫോറിൻ ഗുഡ്സ്, അതൊരു പ്രധാന ആശയമായിരുന്നു. ദെൻ പ്രൊമോഷൻ ഓഫ് സ്വദേശി ഗുഡ്സ്, അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു, ഗാന്ധിജി നടപ്പിലാക്കിയ രീതിയും അത് തന്നെയായിരുന്നു അല്ലേ. വിദേശ വസ്ത്രങ്ങൾ വേണ്ടാന്ന് വെച്ചുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അതെന്ന് പറഞ്ഞാൽ ഇതിന് ശേഷമാണ് ഈ ഒരു എക്സ്ട്രീമിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഇതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഗാന്ധിജിയും അതൊരു ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകൾക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്നടിച്ച് പ്രവർത്തിക്കുക, വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക, സ്വദേശി വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു. ആ രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡിജിനസ് പ്രൊഡക്ട്സ് അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക, ബ്രിട്ടീഷുകാരുടെ ബ്യൂറോക്രസിക്കെതിരെ പ്രവർത്തിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ ബോയ്ക്കോട്ട് ഗവൺമെന്റൽ ഓർഡേഴ്സ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉത്തരവുകൾ അനുസരിക്കാതിരിക്കുക, അതിൽ നിന്നും പ്രതിഷേധം രേഖപ്പെടുത്തുക, അത് അനുസരിക്കാതിരിക്കുക, അതൊക്കെ അവർ ചെയ്തിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു രീതിയായിരുന്നു ദേ എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസും കോളേജസും കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ ലാംഗ്വേജിൽ, ഇന്ത്യയുടെ ഭാഷകളിൽ വിദ്യാഭ്യാസം നൽകുക, ഇന്ത്യയിലുള്ള ഭാഷകളിൽ വിദ്യാഭ്യാസം നൽകുക. പിന്നെ അവർ ശ്രമിച്ചൊരു കാര്യം ഇന്ത്യയുടെ പാരമ്പര്യത്തിന് ഉയർത്തി കാണിക്കുക എന്നുള്ളത്. ഗ്ലോറിയസ് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, കൾച്ചറൽ ഹെറിറ്റേജ്, ഇന്ത്യയുടെ പഴയകാല കൾച്ചറിനെ, പാരമ്പര്യത്തിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നുള്ളതും അവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് ഗവൺമെന്റ് ഈടാക്കുന്ന നികുതികൾ, ഒരുപാട് ടാക്സ്, സോൾട്ട് ടാക്സ്, അങ്ങനത്തെ ഒരുപാട് ടാക്സുകൾ ഉണ്ടല്ലോ. ഈ ഉപ്പിന്റെ മേലുള്ള നികുതി, പഞ്ചസാരയുടെ മേലുള്ള നികുതി, ഇത്തരം നികുതികളൊക്കെ കൊടുക്കാതിരിക്കുക, അബോളിഷ് ചെയ്യുക, അത് അങ്ങനത്തെ ഒരു നോൺ പേയ്മെന്റ് ഓഫ് റവന്യൂസ് ആൻഡ് ടാക്സസ്, ഇത്തരത്തിൽ നികുതികൾ കൊടുക്കാതിരിക്കുക എന്നതും അവർ ചെയ്തൊരു പ്രവർത്തനമായിരുന്നു. ദെൻ സ്വദേശി മില്ലുകൾ, മാനുഫാക്ചറിങ്, സോപ്പ്, മാച്ച് ബോക്സ് ഫാക്ടറീസ്, ബാങ്കുകൾ, കമ്പനീസ്, അങ്ങനത്തെ ഒരുപാട് കാലം സ്വദേശികളുടേതായിട്ടുള്ള കമ്പനികളെ, കോർപ്പറേറ്റുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇവർ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി ആൻഡ് മെത്തേഡ്സ്. പ്രധാനമായിട്ടും സ്വദേശി ആൻഡ് സ്വധർമ്മ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർ ഓപ്പൺലി എജിറ്റേറ്റിംഗ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ തുറന്നടിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് അവർ ബോയ്ക്കോട്ട് ചെയ്തു, നിരോധിച്ചു. അതുപോലെ തന്നെ സ്വദേശി പ്രൊഡക്ട്സിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. സ്കൂൾസും കോളേജസും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭാഷകളിൽ അവിടെയൊക്കെ പഠനം നടത്താൻ തുടങ്ങി. ദെൻ ഇന്ത്യയുടെ പാരമ്പര്യത്തിന്, സംസ്കാരത്തെ, ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനങ്ങളും ഇതിനെയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള പഠനങ്ങളും നടത്താൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിക്കുന്ന റവന്യൂസും നികുതികളൊന്നും അടയ്ക്കാതെ പ്രതിഷേധിച്ചു. ദെൻ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇന്ത്യക്കാരുടേതായിട്ടുള്ള കമ്പനികൾ, മാച്ച് ബോക്സ് കമ്പനി, സോപ്പ് കമ്പനി, അങ്ങനത്തെ സ്വദേശി കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ഇവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രീമിസ്റ്റുകൾ എങ്ങനെയാണ് പ്രാധാന്യം അറിയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് കുറച്ചും കൂടി, പ്രത്യേകിച്ച് യുവാക്കൾക്ക് കുറച്ചും കൂടി ആകർഷണം തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഴ്ചവെച്ചത് എന്ന് അവരുടെ ഒരു വലിയ നേട്ടമായിരുന്നു. പിന്നെ അവർ ശിവജി, ഗണപതി, കലി തുടങ്ങിയ അങ്ങനെ ഒരു കൾച്ചറലായിട്ട് തന്നെ കുറച്ചൊക്കെ കമ്മ്യൂണൽ ആയിട്ടുള്ള സംഭവങ്ങളോട് മുൻനിർത്തിക്കൊണ്ടാണ്, അന്ന് കമ്മ്യൂണൽ ആവുന്നതിനൊക്കെ ഉപരിയായിട്ട് അവർ യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പലതും ചെയ്തിട്ടുള്ളത്, ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അവരുടെ എന്ന് പറയാം. ദെൻ ഇവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ ലാൽ പാൽ ബാൽ എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ട്. ലാൽ പാൽ ബാൽ എന്നാണ് ഈ ഒരു ത്രിമൂർത്തികൾ പോലെ അറിയപ്പെടുന്നതാണ്. ലാൽ പാൽ ബാൽ ലാലാ ലജ്പത് റായ്, പാൽ ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അതായത് ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ, ഇവരുടെ ഒരു കൂട്ടുണ്ട്. ദെൻ അരബിന്ദോ ഘോഷാണ് മറ്റൊരു വ്യക്തി, എക്സ്ട്രീമിസ്റ്റുകളുടെ ആദ്യകാല പ്രവർത്തകർ. ലാലാ ലജ്പത് റായ് വാസ് ഓൾസോ നോൺ ആസ് ലയൺ ഓഫ് പഞ്ചാബ്, പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെട്ടത് ലാലാ ലജ്പത് റായിനെയാണ്. ഇദ്ദേഹം ലാഹോറിലൊരു നാഷണൽ സ്കൂള് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ബാലഗംഗാധര തിലകിന് അഥവാ ലോകമാന്യ തിലക് എന്നും അറിയപ്പെടുന്നു. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ബാലഗംഗാധര തിലകാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത് ബാലഗംഗാധര തിലകാണ്. അതുപോലെ തന്നെ ഫെർഗൂസൺ കോളേജിന്റെയും ഫൗണ്ടർമാരിൽ ഒരാളാണ് ഈ ബാലഗംഗാധര തിലക്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൾ ഹാവ് ഇറ്റ്. ഇപ്പൊ സ്വരാജ് എന്ന് പറഞ്ഞ ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ബാലഗംഗാധര തിലക് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ് ആണ് കേസരിയും മറാത്തയും. കേസരി ഇൻ ഹിന്ദി ആൻഡ് മറാത്ത ഇൻ ഇംഗ്ലീഷ്. കേസരിയും മറാത്തയും രണ്ട് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ദെൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് കൊണ്ടുവന്ന അദ്ദേഹമാണ് 1916. ഇനി അടുത്ത ആളാണ് ബിപിൻ ചന്ദ്രപാൽ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് റെവല്യൂഷണറി തോട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിപ്ലവകരമായിട്ടുള്ള ചിന്തകൾക്ക് തുടക്കം കുറിച്ച ഒരാളെന്ന് ബിപിൻ ചന്ദ്രപാലിനെ അറിയപ്പെടുന്നുണ്ട്. ഇവരെ മൂന്നുപേരെയും കൂടെ ചേർത്തിട്ട് ലാൽ പാൽ ബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അരബിന്ദോ ഘോഷിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രം, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിരുന്നു ഭന്ദേ മാതരം എന്നുള്ള ന്യൂസ് പേപ്പർ. നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു എക്സ്ട്രീമിസ്റ്റ് കുറേ പേരുണ്ട്. അതിൽ മെയിനായിട്ട് ഇവരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ദെൻ
നമുക്കിനി ഇവരുടെ ഒരു ഡിഫറൻസസ് നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അത് ഒറ്റ വാക്കിൽ ഒന്നുകൂടെ നമുക്ക് പറഞ്ഞു പോകാം. എയിംസ്, ലക്ഷ്യങ്ങളുടെ കാര്യത്തിൽ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഭരണപരമായ മാറ്റങ്ങളാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ദെൻ ഇന്ത്യൻസിന് കൂടുതൽ ഭരണകാര്യങ്ങളിൽ പങ്കുകൊടുക്കണം, ഇന്ത്യൻസിന് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാനുള്ള സാധ്യതകൾ വേണം, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഇവർ കൂടുതൽ പ്രാധാന്യം നൽകിയത് മോഡറേറ്റ്സ്. എക്സ്ട്രീമിസ്റ്റ് പ്രാധാന്യം നൽകിയത് സ്വരാജ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആ ഒരു ക്രൂരത, ടിറണി, ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളത്, ബ്രിട്ടീഷ് ഭരണത്തിന് അവസാനം കുറിക്കുക എന്നുള്ളതായിരുന്നു എക്സ്ട്രീമിസ്റ്റുകളുടെ ആശയം എന്ന് പറയുന്നത്. ദെൻ ഐഡിയോളജി എന്ന് പറയുമ്പോൾ ലക്ഷ്യം അതായിരുന്നു. ഇവരുടെ ഒരു ആശയങ്ങൾ എന്ന് പറയുമ്പോൾ മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള ആശയമായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അവർക്ക് ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോയവരാണ് മോഡറേറ്റ്സ്. ഇവർ കൂടുതലായിട്ട് ജെയിംസ് മില്ല്, ബുർക്കെ, സ്പെൻസർ, ബെൻതം തുടങ്ങിയ ആളുകളെ മാതൃകയാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള പ്രവർത്തനമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ദെൻ എക്സ്ട്രീമിസ്റ്റുകൾ കൂടുതൽ സ്വയം റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട് അത് ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിച്ചവരാണ്. അതായത് സ്വന്തം ഒരു സ്വയം ബഹുമാനം ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിച്ചതാണ്. പിന്നെ അവർ ഇന്ത്യയുടെ തന്നെ പാരമ്പര്യം, കൾച്ചർ തുടങ്ങിയവയെ ഉയർത്തിക്കാട്ടാനും ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയ വിചാരിച്ച ആൾക്കാരാണ്. ദെൻ അവര് സ്വരാജ്യ, സ്വദേശി വസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ദെൻ മെത്തഡോളജി, ഏത് രീതിയിലാണ് അവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് മെത്തഡോളജി. മോഡറേറ്റ്സ് പ്രവർത്തിച്ചിരുന്ന രീതി 3 Ps എന്ന് അറിയപ്പെടുക. പ്രയർ, പെറ്റീഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ്, ഈ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ അതേസമയം എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മിലിറ്റന്റ് ആയിട്ട്, ആയുധം എടുക്കേണ്ട സമയത്ത് ആയുധം എടുക്കണം എന്ന രീതിയായിരുന്നു എക്സ്ട്രീമിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നിസ്സഹകരിക്കുക, നോൺ കോപ്പറേഷൻ, ഇവര് ബ്രിട്ടീഷുകാരുടെ ടാക്സ് തുടങ്ങിയവയൊക്കെ നിസ്സഹകരിക്കുക, അവർ പറയുന്ന ഓർഡേഴ്സ് അനുസരിക്കാതിരിക്കുക, അങ്ങനെ നിസ്സഹകരണമായിരുന്നു എക്സ്ട്രീമിസ്റ്റുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ദെൻ ലീഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മോഡറേറ്റ്സിന്റെ ലീഡേഴ്സാണ് എ.ഒ. ഹ്യൂം, W.C. ബാനർജി, ദാദാഭായ് നവറോജി, ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെ, ആർ.സി. ദത്ത്, മദൻ മോഹൻ മാളവ്യ, ബദറുദ്ദീൻ ത്യാബ്ജി, ജസ്റ്റിസ് റാൻഡെ, ജി സുബ്രഹ്മണ്യ അയ്യർ തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഫിറോസ് ഷാ മേത്ത അവരൊക്കെ പ്രധാനപ്പെട്ട ലീഡേഴ്സാണ്. ദെൻ എക്സ്ട്രീമിസ്റ്റുകളുടെ ലീഡേഴ്സാണ് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക്, ഇവർ 3 പേര്. ദെൻ അരബിന്ദോ ഘോഷ്, രജനാരായണം ബോസ്, ആർ.സി. ദത്ത്, അശ്വിനി കുമാർ ദത്ത്, ഇവരൊക്കെ പ്രധാനപ്പെട്ട ലീഡേഴ്സായിട്ട് പറയാൻ സാധിക്കും. അതായത് മെയിൻ ലീഡേഴ്സിനെ കുറിച്ച്. ഇനി സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ മോഡറേറ്റ്സിന് സപ്പോർട്ട് നൽകിയത് കൂടുതലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള സാമിന്ദാസും അപ്പർ മിഡിൽ ക്ലാസ്സുമാണ് സോഷ്യൽ സപ്പോർട്ട് നൽകിയിരുന്നത്. അതും ടൗൺ ഏരിയയിലുള്ളവരാണ്, കുറച്ചുകൂടി ടൗൺ ഏരിയയിലുള്ളവരാണ് മോഡറേറ്റ് ഫേസിന്. ഇനി എക്സ്ട്രീമിറ്റ് ഫേസിനായാലും വിദ്യാസമ്പന്നരായിട്ടുള്ള മിഡിൽ ക്ലാസ്സും ഉണ്ട്, ലോവർ ക്ലാസ്സും ഉണ്ട്. എഡ്യൂക്കേറ്റഡ് മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് ഇൻ ടൗൺ, അതും ടൗൺ ഏരിയയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് രണ്ടിന് പ്രത്യേകത എന്താണ്? 1920 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകത എടുത്ത് നോക്കുമ്പോൾ ഇത് കൂടുതലും ഒരു സിറ്റി ടൗൺ ഏരിയകളിൽ നിലനിന്നിരുന്നതാണ്. ഒന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും മറ്റൊന്ന് അപ്പർ ക്ലാസ് ആയിട്ടുള്ളവരും മാത്രം. അപ്പൊ അതിന്റെ താഴത്തേക്കുള്ളവരുടെ ഒരു മാസ്സായിട്ടുള്ള കൂട്ടിച്ചേർക്കാൻ 1920 വരെ സാധിച്ചിട്ടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു നോക്കാം. മെയിൻ അച്ചീവ്മെന്റ്സ്, മോഡറേറ്റ്സിനെ പറ്റിയ അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇപ്പോൾ ജുഡീഷ്യറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്താൻ സാധിച്ചു. ദെൻ സിവിൽ റൈറ്റ്സ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തി. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇന്ത്യയിലും കൂടെ നടത്തണം എന്നുള്ള ആഗ്രഹം നേടിയെടുക്കാൻ പറ്റി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അവരുടെ കോൺട്രിബ്യൂഷൻ. അതേസമയം എക്സ്ട്രീമിസ്റ്റുകൾ സ്വരാജ് എന്നുള്ള ആശയം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യം, പിന്നെ കുറച്ചും കൂടെ ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മൂവ്മെന്റ്സ് നടത്താൻ പറ്റി. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്കൂൾസ്, കോളേജസ് അങ്ങനെയൊക്കെ പ്രവർത്തനം നടത്താൻ പറ്റി.
ദെൻ അതൊക്കെയായിരുന്നു അവരുടെ എക്സ്ട്രീമിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എക്സ്ട്രീമിസ്റ്റ് മോഡറേറ്റ്സ് എന്ന് പറഞ്ഞ 2 ഫേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ യൂണിറ്റ് 1 മോഡറേറ്റ്സ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മോഡറേറ്റ്സ് എന്തായിരുന്നു, എക്സ്ട്രീമിസ്റ്റ് എന്തായിരുന്നു എന്നാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക്